വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി IAS നേടി വിവാദത്തിലായ പൂജ ഗേത്കറും കുടുംബവും എന്നും വിവാദക്കുരുക്കിൽപ്പെടാറുണ്ട്. ധനികരായ കുടുംബം എപ്പോഴും പോലീസ് സംവിധാനങ്ങളടക്കം വെല്ലുവിളിക്കുന്നവരാണ്. ട്രക്ക് ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ പുതിയ വിവാദവും നിയമ നടപടിയും തുടങ്ങിയിരിക്കുന്നത്. ട്രക്ക് ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പൂജ ഗേത്കറുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഒളിവിൽ. വലിയ സമ്പന്ന കുടുംബമാണ് പൂജ ഖേത്കറിന്റേത്. കുടുംബത്തിലെ ആദ്യ IAS ഓഫീസറായിരുന്നു പൂജ. പക്ഷേ IAS നേടിയത് വ്യാജരേഖകൾ ചമച്ചാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പൂജയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും UPSC പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റും OBC സർട്ടിഫിക്കറ്റും ഹാജരാക്കിയതിനായിരുന്നു നടപടി. ഇതിന് പിന്നാലെ കുടുംബത്തിന്റെ ദാഷ്ട്രജീവിതത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ പരാതിക്കാരെ പൂജയുടെ മാതാവ് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കുടുംബം വീണ്ടും വിവാദങ്ങളിൽ പെട്ടിരിക്കുന്നത് നവി മുംബൈയിൽ നിന്ന് 22-കാരനായ ട്രക്ക് ഡ്രൈവർ പ്രഹ്ലാദ് കുമാറിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസിലാണ്. റോഡിൽ വാഹനങ്ങൾ തമ്മിൽ ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ട്രക്കുടമ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ശാസ്ത്രീയ അന്വേഷണത്തിൽ ഡ്രൈവർ പുനെയിലുണ്ടെന്ന് കണ്ടെത്തി. പോലീസ് അന്വേഷണം ഒടുവിലെത്തി നിന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി IAS നേടിയതിന് നിയമ നടപടി നേരിടുന്ന പൂജ ഖേത്കറിന്റെ മാതാവ് മനോരമ ഖേത്കറിന്റെ വീടിന് മുന്നിലാണ്. പ്രതികളെ അന്വേഷിച്ചെത്തിയ പോലീസിന് പൂജയുടെ മാതാവ് ഗേറ്റ് തുറന്നു കൊടുത്തില്ല. ഏറെ പണിപ്പെട്ട് അകത്ത് കടന്നെങ്കിലും വളർത്തുനായകൾ അഴിച്ചുവിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പോലീസ് പറയുന്നു. ഏറെ നേരം പണിപ്പെട്ട ശേഷമാണ് ഡ്രൈവർ കുമാറിനെ മോചിപ്പിക്കാൻ കഴിഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട് മനോരമയുടെ ബോഡിഗാർഡിനെ അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതി ചേർത്ത പൂജയുടെ മാതാവ് മനോരമയും പിതാവ് ദിലീപും ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.